അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ആലു ഇമ്രാനിലെ 5-6 ആയത്തുകളുടെ അർത്ഥവും ആശയവും നമ്മൾ ഹൃദിസ്ഥമാക്കി. ഇനി നമുക്ക് ഈ ആയത്തുകൾ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. ഇന്നല്ലാഹ, ഇവിടെ നൂൻ ശബ്ദോടുകൂടി വന്നതുകൊണ്ട് 2 ഹർക്കത്തിന്റെ സമയം എടുത്ത് മണിക്കണം. ഇന്നല്ലാഹ ലാ യഖ്ഫ, ഇവിടെ 2 ദീർഘങ്ങളുണ്ട്. ല എന്ന ദീർഘവും യഖ്ഫ ഫ എന്ന ദീർഘവും. ഈ 2 ദീർഘങ്ങളും സാധാരണ ദീർഘങ്ങളാണ്, അതായത് മദ് ത്വബീഇയാണ്. അതുകൊണ്ട് തന്നെ 2 ഹർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല. ല യഖ്ഫ, യഖ്ഫ എന്ന വാക്കിൽ ശ്രദ്ധിക്കേണ്ടത് ഖ എന്ന അക്ഷരം ഹെവി ലെറ്റർ ആണ്, എന്നാൽ തൊട്ടടുത്ത അക്ഷരമായ ഫ എന്ന അക്ഷരം ലൈറ്റ് ലെറ്റർ ആണ്. ഈ 2 അക്ഷരങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഖാഇന് സുക്കൂനാണ്. ഖ എന്ന അക്ഷരം ഖൽഖലയുടെ അക്ഷരമല്ലാത്തതുകൊണ്ട് അവിടെ ഖാഇന് സുക്കൂൻ കൊടുക്കുമ്പോൾ ആ അക്ഷരത്തെ മുഴുവനായി വ്യക്തമായി കേൾക്കാൻ പാടില്ല. യഖ്ഫ ഇന്നല്ലാഹ ലാ യഖ്ഫ അലൈഹി. ഹി എന്ന അക്ഷരം, ഹ എന്ന അക്ഷരം തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് വരേണ്ട അക്ഷരമാണ്. ആ അക്ഷരത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഹി എന്ന് അവിടെ ദീർഘം കൊടുക്കാൻ പാടില്ല. ഹി എന്ന് ഹന് കെസ്ര മാത്രമേ നൽകാൻ പാടുള്ളൂ. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഐനിനെയാണ്. അലൈഹി ശൈഉൻ, അവിടെ തൻവീൻ വന്നിരിക്കുന്നു. തൻവീൻ വന്നാൽ നമുക്കറിയാം അവിടെയുള്ള നിയമം നമ്മൾ മനസ്സിലാക്കുന്നത് തൻവീനിന് തൊട്ടടുത്ത് വന്നിട്ടുള്ള അക്ഷരത്തെ നോക്കിയാണ്. ഇവിടെ തൻവീനിന് ശേഷം വന്നിട്ടുള്ളത് ഫ എന്ന അക്ഷരമാണ്. ഫ എന്ന അക്ഷരം നമുക്കറിയാം ഇഖ്ഫാഇന്റെ അക്ഷരമാണ്. അതുകൊണ്ട് ഇവിടെ ഇഖ്ഫ ബിഗുന്നയോട് കൂടിയാണ് പാരായണം ചെയ്യേണ്ടത്. ഷൈഉൻ എന്നതിലെ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. ഷൈഉൻ ഫിൽ അർദി വല, അവിടെയും ല എന്ന ദീർഘം സാധാരണ ദീർഘമാണ്. 2 ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. വല ഫിസ്സമാ, അവിടെ ശ്രദ്ധിക്കേണ്ടത് സമാഇ എന്ന വാക്കിൽ മ എന്ന ദീർഘാക്ഷരത്തിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. മദ് ഫറഴിയാണെന്ന് നമുക്കറിയാം. ഇവിടെ ദീർഘാക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുള്ളത് അതേ പദത്തിൽ തന്നെയാണ്. ദീർഘാക്ഷരത്തിന് ശേഷം ഹംസ വന്ന മറ്റൊരു സന്ദർഭം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. 2ാമത്തെ ആയത്തിൽ ലാ ഇലാഹ, ല എന്ന ദീർഘാക്ഷരത്തിന് ശേഷം ഹംസയുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കിയത് ആ ദീർഘം നമുക്ക് 2, 4, 5 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടാം എന്നായിരുന്നു. അവിടെ ദീർഘാക്ഷരത്തിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ വന്നിട്ടുള്ളത് 2 പദങ്ങളിലാണ്, 2 വാക്കുകളിലായിട്ടാണ് ദീർഘാക്ഷരവും ഹംസയും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മദ്ദിനെ മദ് മുൻഫസിൽ എന്നാണ് പറയുന്നത്. മദ് മുൻഫസിലിന്റെ ഹുക്മ് ജായിസ് ആണ്. ഹുക്മ് എന്നാൽ വിധി, ജായിസ് എന്നാൽ അനുവദനീയം.
അവിടെ രണ്ടാക്കി ചുരുക്കാനും അനുവാദമുണ്ട്. എന്നാൽ ഇവിടെ സമാഇ എന്ന പദത്തിൽ ദീർഘാക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ തന്നെ ദീർഘാക്ഷരത്തോട് ചേർന്നാണ് ഹംസ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള മദ്ദിനെ പറയുന്ന പേരാണ് മദ് മുത്തസിൽ. മദ് മുത്തസിലിന്റെ ഹുക്മ് വാജിബാണ്, അതായത് നിർബന്ധമാണ്. അവിടെ ചുരുക്കാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് തന്നെ അവിടെ 4 5 നീട്ടൽ നിർബന്ധമാണ്. 4 5 ഹറക്കത്തിന്റെ സമയമെടുത്ത് നീട്ടൽ നിർബന്ധമാണ്. കാരണം അതിന്റെ ഹുക്മ്, അതായത് അതിന്റെ വിധി വാജിബാണ്, നിർബന്ധമാണ്. അതുകൊണ്ട് ഇത്തരം ദീർഘങ്ങളെ 4ലും ചുരുക്കി ഓതാൻ പാടില്ല. ഇവിടെ ഈ പദത്തിന്റെ അവസാനത്തിൽ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെയുള്ളത് സമാഇ എന്നാണ്. അവിടെയുള്ള ഹംസയ്ക്ക് കെസ്റയാണ്. പക്ഷെ നമ്മൾ അവിടെ നിർത്തുമ്പോൾ, അതായത് വഖഫ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഹംസയ്ക്ക് സുക്കൂൻ നൽകുന്നു. ഇങ്ങനെ സുക്കൂനോടുകൂടി അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ മ എന്നുള്ള ദീർഘം 4 5 6 ഹറക്കത്തിന്റെ സമയമെടുത്ത് നമുക്ക് നീട്ടാം. കാരണം അവിടെ വഖഫിനു വേണ്ടി സുക്കൂൻ സംഭവിക്കുന്നു. ദീർഘാക്ഷരത്തിന് ശേഷം വഖഫിനു വേണ്ടി സുക്കൂൻ സംഭവിക്കുന്നതിനാൽ അവിടെ മദ് ആരുവിന്റെ നിയമം കൂടി കടന്നു വരും. അതായത് 6 വരെ നീട്ടാം എന്നതാണ് മദ് ആരുവിന്റെ നിയമം. മദ് ആരു 2 4 6 ഹറക്കത്തിന്റെ സമയമെടുത്ത് നീട്ടാം എന്നാണ്. എന്നാൽ ഇവിടെ 2 ആക്കി ചുരുക്കാൻ പാടില്ല. 4 5 6 ഹറക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. കാരണം ഇവിടെ വാജിബായിട്ടുള്ള മദ് മുത്തസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഓതുമ്പോൾ 4 ഹറക്കത്തിലും ചുരുക്കി മ എന്ന ദീർഘത്തെ ഓതാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇവിടെ ഹംസയ്ക്ക് സുക്കൂൻ കൊടുക്കുന്ന സമയത്ത് ഹംസ ഖൽഖലയുടെ അക്ഷരമല്ലാത്തതിനാൽ ആ അക്ഷരത്തെ മുഴുവനായി വ്യക്തമായി കേൾക്കാൻ പാടില്ല. എന്ന് മുഴുവനായി പറയേണ്ടതില്ല. എന്നാൽ ആ ഹംസയെ സുക്കൂനോടുകൂടി നമ്മൾ പറയുകയും വേണം. അതായത് സമാ എന്ന് മുഴുവനായി ആ ഹംസയെ അവിടെ കേൾക്കാൻ പാടില്ല. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് സമാ, അവിടെ നമ്മൾ ഹംസയെ സുക്കൂനോടുകൂടി പറഞ്ഞു, പക്ഷെ ആ അക്ഷരം ഖൽഖലയാക്കിയില്ല. അതായത് മുഴുവനായി വ്യക്തമായി നമ്മൾ ആ അക്ഷരത്തെ പറഞ്ഞില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ ആയത്ത് ഒറ്റ ശ്വാസത്തിൽ ഓതാൻ ഒരു പക്ഷേ പ്രയാസമായിരിക്കും. കാരണം അവിടെ ഒരു മദ് മുത്തസിൽ അതിൻ്റെ അവസാന ഭാഗത്ത് കടന്നു വരുന്നുണ്ട്. അവിടെ നിർബന്ധമായും 4 5 നീട്ടേണ്ടതാണ്. അവിടെ 4 5 6 വരെ നമുക്ക് നീട്ടാം. പക്ഷെ ഒരിക്കലും അവിടെ 4ൽ ചുരുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ഓതുമ്പോൾ അത് ഒറ്റ ശ്വാസത്തിൽ ഒരു പക്ഷേ മുഴുവനാക്കാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ശ്വാസം കിട്ടാത്ത ഭാഗങ്ങളിൽ നമുക്ക് വഖഫ് ചെയ്യാം, അതായത് നിർത്താം. പക്ഷെ അവിടെ വഖഫിന്റെ നിയമം പാലിക്കണം. അതുപോലെ നമ്മൾ എവിടെയാണോ വഖഫ് ചെയ്തിട്ടുള്ളത് അതിന് തൊട്ടു മുമ്പുള്ള ഭാഗത്ത് നിന്ന് എടുത്ത് ഓതാനും ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഈ ആയത്തിൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർദ് ഫിൽ അർദി വലാ ഫിസ്സമാ. ഹുവല്ലദീ, ഇവിടെ വി എന്ന ദീർഘം സാധാരണ ദീർഘമാണ്. 2 ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. യുസവ്വിറുക്കും, സാദിനെ ശ്രദ്ധിക്കുക, സീനിലേക്ക് മാറിപ്പോകരുത്. യുസവ്വിറുക്കും, അവിടെ
ഒരു സുക്കൂനുള്ള മീമുണ്ട്. ആ സുക്കൂനുള്ള മീം വ്യക്തമായി കേൾക്കണം, അവിടെ മണിക്കാൻ പാടില്ല. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി. ഹാഇന്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ഹ എന്നുള്ള ദീർഘം സാധാരണ ദീർഘമാണ്, 2 ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. കൈഫ യശാഉ, അവിടെ നമുക്ക് വഖഫ് ചെയ്യാം, കാരണം ആ വാക്കിന് മുകളിലായി നമുക്ക് ജീമിനെ കാണാം. അവിടെ വഖഫ് അനുവദനീയമാണ്. ഒറ്റ ശ്വാസത്തിൽ ഈ ആയത്ത് ഓതാൻ പ്രയാസമുള്ളവർക്ക് ആ ഭാഗത്ത് വഖഫ് ചെയ്യാം, പക്ഷേ പിന്നീട് എടുത്ത് ഓതേണ്ടതില്ല, കാരണം അവിടെ വഖഫ് അനുവദനീയമാണ് എന്നുള്ള ചിഹ്നം നമുക്ക് കാണാം. അവിടെ ശ്രദ്ധിക്കേണ്ടത് യശാഉ എന്ന വാക്ക്. അവിടെ ഷ എന്ന ദീർഘാക്ഷരത്തിന് ശേഷം ഹംസ അതേ പദത്തിൽ ചേർന്ന് വന്നിരിക്കുന്നു. അതായത് മദ് മുത്തസിലാണ്. മുത്തസിൽ എന്ന വാക്കിൻ്റെ അർത്ഥം ചേർന്ന് നിൽക്കുന്നത് എന്നാണ്. മുൻഫസിൽ എന്ന വാക്കിൻ്റെ അർത്ഥം പിരിഞ്ഞു നിൽക്കുന്നത് എന്നാണ്. അതായത് ദീർഘാക്ഷരവും ഹംസയും ഒരേ പദത്തിൽ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ആ മദ്ദിനെയാണ് മദ് മുത്തസിൽ എന്ന് പറയുക. എന്നാൽ ദീർഘാക്ഷരവും ഹംസയും 2 പദങ്ങളിലായി പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ ദീർഘത്തെ മദ് മുൻഫസിൽ എന്നും പറയും. ഇവിടെ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ യശാഉ എന്ന്, അവിടെയുള്ള ഹംസയ്ക്ക് ദമ്മയാണ്, അതിന് സുക്കൂൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ വഖഫ് ചെയ്യേണ്ടത്. നേരത്തെ സമാഇ എന്ന ഭാഗത്ത് വഖഫ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും ശ്രദ്ധിക്കണം. അതായത് ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഷ എന്നുള്ള ദീർഘം നമുക്ക് 4, 5, 6 ഹർക്കത്തിന്റെ സമയം നീട്ടി ഓതാം. അവിടെ സുക്കൂനിൽ വഖഫ് ചെയ്യുന്നത് കാരണം മദ് ആരിദിന്റെ നിയമം കടന്നു വരുന്നു. പക്ഷേ അവിടെ 2 ഹർക്കത്താക്കി ചുരുക്കാൻ പാടില്ല, കാരണം അതേ ഭാഗത്ത് തന്നെ മദ് മുത്തസിലും വന്നിരിക്കുന്നു. അവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഹംസയ്ക്ക് സുക്കൂൻ വരുന്ന സമയത്ത് കൽക്കലയായി പോകാതെ നോക്കുക എന്നുള്ളത്. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. ലാ ഇലാഹ, അവിടെ ലാ എന്നുള്ള ദീർഘം മദ് മുൻഫസിലാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് 2, 4, 5 ഹർക്കത്തിന്റെ സമയമെടുത്ത് നമുക്കവിടെ നീട്ടി ഓതാം. ഇല്ല, ല എന്ന അവിടെയുള്ള ദീർഘം സാധാരണ ദീർഘമാണ്, മദ് ത്വബീഇയാണ്, 2 ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. ഇല്ല ഹുവൽ അസീസു, ഐനിനെ ശ്രദ്ധിക്കുക, സായ് എന്ന അക്ഷരത്തെയും അവിടെ ശ്രദ്ധിക്കുക. ഇല്ല ഹുവൽ അസീസുൽ ഹകീം. ഹകീം എന്നുള്ളതിലെ ഹാഇന്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ഹകീമു എന്നാണ്, അതായത് മീമിന് വമ്മയാണ്, പക്ഷേ വഖഫ് കാരണം, അതായത് നിർത്തുന്നത് കാരണം നമ്മൾ അവിടെ മീമിന് സുക്കൂൻ നൽകുന്നു. അതുകൊണ്ട് തന്നെ അതിന് തൊട്ടു മുമ്പുള്ള ദീർഘം കീ എന്നുള്ള ദീർഘം നമുക്കവിടെ 2, 4, 6 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. ഇവിടെ മദ് ആരിദാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയതായി പഠിച്ച തജ്വീദ് നിയമം മദ് മുൻഫസിൽ, മദ് മുത്തസിൽ, ഈ വിഷയത്തെക്കുറിച്ച് ഒന്നുകൂടി വിശദമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു വിഷയത്തെ വളരെ ലളിതമായി വിശദീകരിക്കുന്ന ക്ലാസിൻ്റെ ലിങ്ക് താഴെ അയച്ചു തരുന്നതാണ്. അത് കേട്ട് പഠിക്കാനുള്ള സമയവും അനുവദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ എല്ലാവരും പരിശ്രമിക്കുക.
അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.